ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹരിയും കുടുംബവും ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നു. ആ ക്ഷേത്രത്തിന്റെ ആചാരമനുസരിച്ച് ഒന്നുകൂടി താലി കെട്ടുകയാണെങ്കിൽ ആ ദമ്പതിമാർ ഒരിക്കലും പിരിയില്ല എന്നാണ് പറയുന്നത്. ജീവനാണ് ഇതിന് മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അവരെല്ലാം അവിടെ എത്തിയിരിക്കുന്നുണ്ട്. തിരുമേനി താലി ചോദിക്കുമ്പോൾ ഹരി പറയുന്നു, അയ്യോ ഞാൻ താലി എടുത്തില്ലല്ലോ, അമ്മാവൻ എടുത്തായിരുന്നോ? ഞാനും എടുത്തില്ലെന്ന് അമ്മാവൻ പറയുന്നുണ്ട്. ഇത് അപലക്ഷണമാണല്ലോ, എന്തായാലും നിങ്ങൾ ഇനി അടുത്ത വർഷത്തെ ചടങ്ങിന് പങ്കെടുക്കണമെന്ന് അദ്ദേഹം പറയുമ്പോൾ ടെൻഷൻ ഉള്ളതുപോലെ ഹരിയും നിത്യയും അഭിനയിക്കുന്നുണ്ട്. നിങ്ങൾ മാറി നിൽക്കൂ എന്നും തിരുമേനി പറയുന്നു. ഹരിയുടെയും നിത്യയുടെയും വിവാഹം യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു പരീക്ഷണം ജീവൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജീവൻ താലി എടുത്തിട്ടായിരുന്നു വന്നത്. അവർക്കിടയിലേക്ക് ജീവൻ വരുന്നു. ജീവൻ പറയുന്നു, ഹരി ചിലപ്പോ തിരക്ക് പിടിച്ച് അത് മറന്നു പോയാലോ എന്നെനിക്ക് തോന്നിയായിരുന്നു എന്ന് പറഞ്ഞ് താലി അവരെ കാണിക്കുന്നുണ്ട്. അത് കണ്ട് ഒന്ന് ഞെട്ടുകയാണ് ഇപ്പോൾ എല്ലാവരും. താലി ഞാൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, ഹരി മറന്നാലും ഞാൻ മറക്കില്ല, ചടങ്ങ് നടക്കട്ടെ എന്ന് പറഞ്ഞ് ഹരിയുടെ കയ്യിലേക്ക് താലി കൊടുക്കുകയാണ് ജീവൻ. രണ്ട് കൈകൊണ്ടും പിടിക്കാനും പറയുന്നു. അങ്ങനെ ഹരി ആ താലി വാങ്ങിയിട്ട് തിരുമേനിയുടെ താലത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അദ്ദേഹം അത് പൂജിക്കാനായി കൊണ്ടുപോകുന്നുണ്ട്. ടെൻഷനോടെ നിൽക്കുകയാണ് നിത്യയും ഹരിയും. നിത്യയും പോലെ തന്നെ മറ്റ് 2-3 ദമ്പതികളും അവിടെ വന്നിരുന്നു, ഇതുപോലെ താലി കെട്ടുവാൻ വേണ്ടിയിട്ട്. വന്നതിൽ ഒരാളുടെ താലികെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ദമ്പതിമാരും അതുപോലെ താലി കെട്ടുകയാണ്. മൂന്നാമത്തെ ദമ്പതികളും താലികെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് ഹരിയും നിത്യയുമാണ്. ഓരോരുത്തരുടെയും കഴിയുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയായിരുന്നു നിത്യ. ഇനി അടുത്തത് ഹരിയാണ്. പരസ്പരം അണിയിച്ചോളൂ, മുഹൂർത്തമായെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഹരി ഇപ്പോൾ പ്രസാദമെടുത്ത് പരസ്പരം തൊട്ടു കൊടുക്കുന്നുണ്ട്. ഹരി നിത്യയുടെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു. അതുപോലെ നിത്യ ഹരിയുടെ നെറ്റിയിൽ തൊട്ടു കൊടുക്കുന്നുണ്ട്. പേടിയോടെയും ടെൻഷനോടെയും തന്നെയാണ് നിത്യ അങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് വീണയും ജീവനും തൊട്ടരികിൽ തന്നെയുണ്ട്. താലി ഹരിയുടെ കയ്യിലേക്ക് അദ്ദേഹം കൊടുത്തു. ഹരി ആ താലി കയ്യിലെടുത്ത് നിത്യയുടെ നേരെ ഇങ്ങനെ നീട്ടി നിൽക്കുന്നു. ടെൻഷനോടെ നിത്യ ഹരിയെ നോക്കുന്നു. സമയം കളയേണ്ടെന്ന് തിരുമേനിയും പറയുന്നു. ജീവൻ ദേഷ്യത്തോടെ ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്നു. എന്താ ഹരി നോക്കി നിൽക്കുന്നത്? തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ? മുഹൂർത്തത്തിൽ തന്നെ താലി കെട്ടെന്ന് ജീവൻ പറയുന്നുണ്ട്. അവിടെ ഒരു ഫാൻ ഇരിപ്പുണ്ടായിരുന്നു. ശരവണനോട് ആ ഫാൻ ഇടാൻ ഹരി കണ്ണ് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് കരണ്ട് പോകുന്നു. ഈ സമയം കൊണ്ട് താലിയും കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. വിളക്കണഞ്ഞതിന്റെ പരിഹാരം നോക്കാമെന്ന് കരണ്ട് വന്നതിന് ശേഷം തിരുമേനി പറയുമ്പോൾ ഹരി പറയുന്നുണ്ട്, വിളക്കണഞ്ഞെങ്കിലും ഞാൻ താലി കെട്ടിയെന്ന്. ഇപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. അതിന് വിഘ്നമൊന്നും വന്നില്ലല്ലോ, ദീർഘായുസായിട്ടിരിക്കട്ടെ എന്ന് അദ്ദേഹം തിരുമേനി പറയുന്നുണ്ട്. കരണ്ട് പോയപ്പോൾ ഉള്ള കാഴ്ച ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഹരി പെട്ടെന്ന് ആ താലി നിത്യയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് താൻ പെട്ടെന്ന് കഴുത്തിലിടാൻ. അങ്ങനെ നിത്യ സ്വന്തമായിട്ട് തന്നെയാണ് താലി കെട്ടിയിരിക്കുന്നത്. ആ കാര്യം ഓർത്ത് രണ്ടുപേരും പുഞ്ചിരിയോടെ നിൽക്കുന്നു. ഭഗവാനെയും ഭഗവതിയെയും മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചോളൂ എന്ന് തിരുമേനി പറയുന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും പ്രാർത്ഥനയോടെ നിൽക്കുന്നുണ്ട്. ദേഷ്യത്തോടെ ജീവൻ നോക്കുന്നു. അതുപോലെ തന്നെ വീണയും. കരണ്ട് പോയതല്ലായിരുന്നു, അവിടുത്തെ സ്വിച്ച് ശരവണൻ അണച്ചതായിരുന്നു. ഫാന്റെ ഒരു കാറ്റ് കൊണ്ട് തീ അണഞ്ഞു പോയിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ എല്ലാവരും വീട്ടിലെത്തിയിരിക്കുന്നുണ്ട്. ശരവണൻ ഹരിയോടും നിത്യയോടും പറയുന്നു, ഇതുപോലെ ഒരു ടെൻഷൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിച്ചില്ലേ, നന്ദിയുണ്ട് രണ്ടാൾക്കും എന്ന് ശരവണനോടും ഹരിയോടും നിത്യ പറയുന്നു. അമ്മ, എനിക്കിതൊന്നും അറിയില്ല, നിങ്ങൾക്കൊരു ലൈഫ് വേണമല്ലോ, ഹരി സാറ് വളരെ നല്ലവരാണ്, എങ്ങനെ പേടിയുണ്ടെങ്കിലും ഇവർ നിങ്ങളെ കാക്കുമല്ലോ എന്നൊക്കെ അദ്ദേഹം തമിഴിൽ സംസാരിക്കുന്നുണ്ട്. ഞാനൊരു സാധാരണ പെണ്ണാണ്, അത്ഭുത സിദ്ധികളൊന്നും ഇല്ല എനിക്ക്. ഞാൻ ചെയ്യുന്നതിനർത്ഥം മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും ഹരിക്ക് മനസ്സിലാകും. ഒരു കണക്കിന് എനിക്ക് വേണ്ടി ഹരി സ്വന്തം ജീവിതം ബലിയേടാക്കുകയാണ്. എനിക്കറിയില്ല ഹരി എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന്. ഒരാൾ അയാളുടെ വീഴ്ചയിൽ കൈപ്പിടിച്ചുയർത്തുന്നത് അയാളുടെ സുഹൃത്തായിരിക്കും. ഹരി അത് കാണിച്ചു, താങ്ക്സ് എന്നൊക്കെ നിത്യ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. നിത്യ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഹരി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഹരിക്ക് നിത്യ എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹമാണ്. കുറച്ച് കഴിയുമ്പോൾ നിത്യ മേഡത്തിന് എല്ലാം മനസ്സിലാകും. നിങ്ങളുടെ നല്ല മനസ്സ് അവർക്ക് മനസ്സിലാകുമെന്ന് ശരവണൻ ഹരിയോട് പറയുന്നു. ആ ഒരു ജീവന് വേണ്ടിയിട്ടാണല്ലേ ഈ ഒരു നിത്യ മേഡം വിലകി പോകുന്നത്. അവനൊരു സൈക്കോയാണ്. അയാളൊരു സൈക്കോ അല്ലേ നിത്യ? എന്തായാലും നിങ്ങളുടെ ഭാര്യയാകും എന്നൊക്കെ ശരവണൻ പറയുമ്പോൾ ഹരി പറയുന്നു, അത്തരമൊരു ആശ്വാസമൊന്നും വേണ്ട ശരവണ. എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം ഒരല്പമെങ്കിലും നിത്യയ്ക്ക് സമാധാനം കൊടുക്കുക എന്നതാണ്. അതിന് പോലും പറ്റുന്നില്ല എന്നതാണ് എൻ്റെ സങ്കടമെന്നും ഹരി. ശരവണൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിത്യ ചിരിക്കുന്നത് കാണാൻ നല്ല അഴകാണ്, പക്ഷേ ആ ചിരി എന്നെ അയാൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് നഷ്ടപ്പെടുമായിരുന്നു. ഇതുപോലെ ഈ സഹോദരൻ എന്നും അയാൾക്ക് കൂട്ടായിട്ടുണ്ടാകണമെന്ന് ശരവണനോട് പറയുന്നു.
ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ശരവണൻ അവിടെ നിന്ന് പോകുന്നു. അമ്മാവൻ ഹരിയുടെ അരികിലേക്ക് വന്നിട്ട് അമ്മാവൻ ചോദിക്കുന്നു, ആ സമയത്ത് ശരിക്കും നീ നിത്യയുടെ കഴുത്തിൽ താലി കെട്ടിയിരുന്നോ? ഇല്ലെന്ന് ഹരി. താലി നിത്യയാണ് കഴുത്തിലിട്ടത് എന്ന് പറയുമ്പോൾ നിരാശയോടെ അമ്മാവൻ, നീ എന്തിനാ അങ്ങനെ ചെയ്തത്? നിനക്ക് അവളെ കെട്ടിക്കൂടായിരുന്നോ എന്ന് അമ്മാവൻ ചോദിക്കുന്നു. ഇത് നല്ലൊരു അവസരമായിരുന്നില്ലേ? ഹരി പറയുന്നു, അവസരം നോക്കി മുതലെടുക്കുന്നവരെ സുഹൃത്ത് എന്ന് പറയാൻ സാധിക്കുമോ? ഞാനിപ്പോൾ കളിക്കുന്ന നാടകമുണ്ടല്ലോ, കല്യാണ നാടകം, അതെപ്പോ വേണമെങ്കിലും അവസാനിക്കും. പക്ഷെ അവസാനിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നിത്യയുമായുള്ള സൗഹൃദം. ഇത് എന്നും എൻ്റെ മനസ്സിൽ കിടക്കട്ടെ, ചില നേരത്ത് ആശ്വസിക്കാനും ചില നേരത്ത് കുത്തി നോവിക്കാനും. ഇനി അമ്മാവൻ ഒന്നും ചോദിക്കാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞ് ഹരി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ആ ക്ഷേത്രത്തിൽ നടന്ന സംഭവം. ഹരി നിത്യയ്ക്കും നിത്യ ഹരിക്കും ഇങ്ങനെ പ്രസാദം തൊട്ടു കൊടുക്കുന്നത് വളരെ ദേഷ്യത്തോടെ ജീവൻ ഓർക്കുന്നു. സുജാതയും ജ്യോതിയും അവിടേക്ക് വരുന്നു. രണ്ടുപേരെയും ദേഷ്യത്തോടെ നോക്കിയിട്ട് അവർക്കിടയിലൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ് ജീവൻ. ജീവൻ മുറിയിലേക്ക് എത്തി. ജീവൻ മുറിയിലേക്ക് വന്നിട്ട് ഹരിയും നിത്യയും തമ്മിലുള്ള ആ ഒരു സന്ദർഭം വീണ്ടും വീണ്ടും ഓർത്ത് ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട്. ഹരി നിത്യയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നതും പിന്നെ ഹരി നിത്യ ഇങ്ങനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നതും അങ്ങനെ ഓരോ കാര്യങ്ങളും. രാവിലെ വിഷുക്കണിക്ക് ഉണർത്താൻ വന്ന നിത്യയെ കെട്ടിപ്പിടിക്കുന്ന കാര്യവും എല്ലാം ആലോചിക്കുകയാണ്. വളരെ അസ്വസ്ഥനായി നിൽക്കുകയാണ് ഇപ്പോൾ ജീവൻ. സുജാതയും ജ്യോതിയും ഹോളിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ജീവന്റെ കയ്യിൽ ഒരു ഫ്ലവർ വേസ് ഇരിക്കുന്നു. വളരെ ദേഷ്യത്തോടെ താഴെ എറിഞ്ഞു പൊട്ടിക്കുകയാണ് ജീവൻ. എന്നിട്ട് ഒരു അലർച്ചയും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.